അതും താങ്കളുടെ 17ാമത്തെ വയസ്സിൽ 19th ഡിസംബർ താങ്കളുടെ അച്ഛൻ മരിച്ച ദിവസം താങ്കൾ ആ ഇന്നിങ്സ് പാതിയിൽ നിർത്താതെ പൂർണ്ണമായിട്ടും കളിച്ചു. അത് എങ്ങനത്തെ ഇൻസിഡൻ്റാണെന്ന് വെച്ചാൽ അതെൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ ആ ഇൻസിഡൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പ്രോബബ്ലി അത് എൻ്റെ ജീവിതത്തിലെ ഒരു ടഫായ സമയമാണത്. എനിക്ക് എനിക്ക് എങ്ങനത്തെ ഫീലിംഗ് ആണെന്നും അറിയില്ല, പക്ഷേ ഫുള്ളായിട്ട് കളിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടുകാർക്ക് അതാണ് താങ്കൾ ഈ തോന്നിയത്. കാര്യത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ താങ്കളുടെ ഫാൻസിന് ഇൻസ്പിറേഷൻ ആയിരിക്കും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കുമോ? ഒരു കാര്യം നമ്മൾ പാഷനോടെ ചെയ്യുവാണെങ്കിൽ നമ്മളെ ആർക്കും ഒരിക്കലും തടയാൻ കഴിയത്തില്ല. അത് കാരണം ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല, നമ്മളെ ഒന്നും ഒരിക്കലും തടയില്ല. സോ ഇതാണ് കാര്യം. എനിക്ക് ക്രിക്കറ്റാണ് എല്ലാം. ഞാനിത് ചെറുപ്പത്തിൽ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ സ്പോർട്സിന് വേണ്ടി ഒരുപാട് കാര്യം ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. അത് എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ വീട്ടിലെ മൂത്ത എല്ലാവരോടും ചോദിച്ചു ഞാൻ ചെന്ന് ക്രിക്കറ്റ് കളിച്ചോട്ടെ എന്ന്. അവർ സമ്മതിക്കുകയും ചെയ്തു. എന്നോട് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞു. നിന്റെ ഞാൻ ഡിസിഷനാണെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഓഡിയൻസിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് വിരാട് കോഹ്ലിക്ക് വെറും 17 വയസ്സാണ്. രാത്രി 2 മണിക്കാണ് ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചത്. അദ്ദേഹത്തിന് അന്ന് 54 വയസ്സാണ്. അത് മരിക്കേണ്ട വയസ്സൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഡൽഹിയിൽ രഞ്ജി ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം 40 റൺ എടുത്തു. എന്നിട്ട് അന്നത്തെ ഇന്നിങ്സ് കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹം അടുത്ത ദിവസത്തെ ഇന്നിങ്സ് തുടർന്നു. അതെ, ഞാൻ പോയി. പക്ഷേ ഒറ്റയ്ക്കാണ് പോയത്. വണ്ടിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ കൂടെ ഇഷാന്ത് ശർമ്മയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ദിവസേന അദ്ദേഹത്തെ വഴിയിൽ വെച്ച് പിക്ക് ചെയ്യും. ദിവസേന എൻ്റെ നോർമൽ ബിഹേവിയർ വളരെ വ്യത്യസ്തമായിരിക്കും. ഞാനന്ന് ഓബിയസ്ലി ഷോക്കായതുകൊണ്ട് ഒന്നും സംസാരിച്ചില്ല. അദ്ദേഹം എന്നോട് എന്ത് പറ്റിയും ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അച്ഛൻ മരിച്ചു എന്ന്. അപ്പോൾ അദ്ദേഹം ഷോക്കായി അദ്ദേഹം ടീമിനോട് മുഴുവനും പറഞ്ഞു. സോ അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞത് ഇത് നിൻ്റെ ഡിസിഷനാണ്, നിനക്ക് കളിക്കണമെങ്കിൽ കളിക്കാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു കാര്യം തോന്നി, നമ്മൾ മാച്ച് കളിക്കുവാണെങ്കിൽ ആ മാച്ച് തീർച്ചയായും കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം പോകാമെന്ന്. സോ അന്ന് രാവിലെ ഞാൻ ആ മാച്ച് കളിച്ചു. 90 റൺ അടിച്ചിട്ടാണ് ഔട്ടായത്. പിന്നെ ടീം തോൽക്കാതെ ഞാൻ രക്ഷിച്ചു. അന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്ന് വേണം പറയാൻ. ഒരു പക്ഷേ നമ്മൾ എന്തെങ്കിലും ഡെഡിക്കേറ്റഡ് ആണെങ്കിൽ അതിൽ നമ്മൾ മുഴുവനും ഡെഡിക്കേറ്റ് ആയിരിക്കണം. ഒരു കാര്യവും നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല.